Dear students, good morning. My name is Vijesh, your computer application teacher. Today we want to discuss our next topic, decimal to octal number conversions. Okay. അപ്പോൾ ഇതിന് തൊട്ട് മുൻപത്തെ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഡെസിമൽ, എന്താണ് ഒക്ടൽ, അതുപോലെ തന്നെ എന്താണ് ബൈനറി, എന്താണ് ഹെക്സാഡെസിമൽ എന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം കൂടി നമ്മൾ അതിനൊരു പേര് വിളിച്ചു, നമ്പർ സിസ്റ്റം എന്ന് വിളിച്ചു. ആ നമ്പർ സിസ്റ്റം എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെയൊക്കെയാണ് അത് കറക്റ്റായിട്ട് ഉപയോഗിക്കേണ്ടത്, അതിൻ്റെ ബേസ് എങ്ങനെ കണ്ടെത്തും, അതിൻ്റെ ബേസ് എത്രയാണ് തുടങ്ങിയ കാര്യങ്ങൾ ഇതിൻ്റെ തൊട്ടു മുൻപത്തെ പ്രീവിയസ് വീഡിയോസിൽ നമ്മൾ കണ്ടതാണ്. ഇനി നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്, ഏതെങ്കിലും ഒരു നമ്പർ സിസ്റ്റത്തിലെ ഒരു സിസ്റ്റം നമുക്ക് തന്നു കഴിഞ്ഞാൽ അതിനെ മറ്റൊരു രീതിയിലേക്ക്, മറ്റൊരു നമ്പർ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് നമ്മൾ പഠിക്കേണ്ടത്. നമുക്കായാലും കമ്പ്യൂട്ടറിൻ്റെ കേസിൽ പല വർക്കുകൾ നടക്കുമ്പോഴും ഒരു ടൈപ്പിനെ മറ്റൊരു ടൈപ്പിലേക്ക് മാറ്റേണ്ടത് അത്യാവശ്യമായി വരും. നമുക്ക് എന്ത് ചെയ്യണം, അതിനെക്കുറിച്ച് പഠിക്കണം. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ബേസ് എന്നോണം നമുക്ക് എന്ത് ചെയ്യണം, തിയറി മോഡലിൽ ഇതിനെ ഡെസിമൽ ടു ഓക്ടലിനെ കൺവേർട്ട് ചെയ്യാൻ പഠിക്കണം. ഇതിന് മുൻപേ നമ്മൾ അതിന് തൊട്ട് മുൻപത്തെ ഭാഗങ്ങൾ കൺവേർട്ട് ചെയ്യാൻ പഠിച്ചു. ഇന്ന് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ഡെസിമൽ ടു ഓക്ടൽ കൺവേർഷനാണ് ആദ്യം പഠിക്കാനുള്ളത്. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. അപ്പം നമ്മൾ പഠിച്ച എല്ലാ നമ്പർ സിസ്റ്റത്തിനെയും ഒന്നിൽ നിന്നും അടുത്തതിലേക്ക് കൺവേർട്ട് ചെയ്തേ പറ്റൂ നമുക്ക്. അതുപോലെ തന്നെ ബൈനറി ആണെങ്കിൽ 4 നമ്പർ സിസ്റ്റമാണ് പ്രധാനമായി നമ്മൾ പഠിച്ചത്. ഏതൊക്കെയായിരുന്നു? ബൈനറി നമ്പർ സിസ്റ്റം, ഡെസിമൽ നമ്പർ സിസ്റ്റം, ഓക്ടൽ നമ്പർ സിസ്റ്റം, ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. അപ്പോൾ ഈ നമ്പർ സിസ്റ്റത്തെ മാറ്റുമ്പോൾ, ഒരു നമ്പർ സിസ്റ്റത്തെ അടുത്ത നമ്പർ സിസ്റ്റത്തിലേക്ക് മാറ്റുമ്പോൾ 3 കൺവേർഷൻസ് അവിടെ വരും. ബൈനറി ടു ഡെസിമൽ, ബൈനറി ടു ഹെക്സാഡെസിമൽ, ബൈനറി ടു ഓക്ടൽ. അതുപോലെ തന്നെ ഡെസിമൽ ആണെങ്കിലോ ഡെസിമൽ ടു ബൈനറി, ഡെസിമൽ ടു ഓക്ടൽ, ഡെസിമൽ ടു ഹെക്സാഡെസിമൽ. അങ്ങനെ ഓരോ ടൈമിനും 3 പാർട്ടുകളായിട്ട് നമുക്ക് പഠിക്കാനുണ്ടാവുക. 3 ടൈപ്പ് കൺവേർഷൻസ് നമുക്ക് പഠിക്കാനുണ്ടായിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അതിൽ ഒരു ഭാഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഫ്രാക്ഷൻ വരുന്ന ചില രീതികളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നിവിടെ പറയാൻ പോകുന്നത് ഡെസിമൽ ടു ഓക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ്. നമുക്കറിയാം, ഡെസിമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ബേസ് വരുന്ന നമ്പർ സിസ്റ്റമാണ്. 10 ബേസ് വരുന്ന നമ്പർ സിസ്റ്റം നമ്മൾ വിളിച്ച പേരാണ് ഡെസിമൽ എന്ന് വിളിക്കുക. അതുപോലെ തന്നെ ഓക്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അവിടെ നമ്പേഴ്സിന്റെ ബേസ് 8 ആണ് വരുന്നത്. 8 ആണ് അതിന്റെ ബേസ് വരുന്നത്. അപ്പോൾ 8 ബേസ് വരുന്ന നമ്പർ സിസ്റ്റമാണ് ഓക്ടൽ. 10 ബേസ് വരുന്ന നമ്പർ സിസ്റ്റമാണ് ഡെസിമൽ എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ഡെസിമലിനെ ഓക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ്, കൺവേർഷനാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാന്ന് ചുമ്മാ ഡെഫിനിഷൻ പോലെ ചെറുതായി കൊടുത്തിട്ടുണ്ട്. അത് നോക്കാം, എന്നിട്ട് നമുക്ക് ചെയ്തു പഠിക്കാം. ഇത് ഒന്ന് കണ്ടുനോക്കാം. ഡെസിമൽ ടു ഓക്ടൽ കൺവേർഷൻ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് അവർ പറയുന്നത്, ദ മെത്തേഡ് ഓഫ് കൺവേർട്ടിംഗ് ഡെസിമൽ നമ്പർ ടു ഓക്ടൽ നമ്പർ. ഒരു ഡെസിമൽ നമ്പറിനെ ഓക്ടൽ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയായിരിക്കും? ഈസ് ഓൾസോ ബൈ റിപ്പീറ്റഡ് ഡിവിഷൻ. പല തവണകളിലായി നമ്മൾ നടത്തി വരുന്ന, അല്ലെ, റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഡിവിഷൻസിലൂടെയാണ്, അല്ലെ. ബൈനറി ഡെസിമൽ ടു ബൈനറിയിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ അവിടെ ഡിവൈഡ് ചെയ്ത് എത്ര ഉണ്ടാ? 2 കൊണ്ടാണ് ഡിവൈഡ് ചെയ്തത്. അതുപോലെ ഇവിടെ എത്ര കൊണ്ടായിരിക്കും? 8 കൊണ്ട്, 8 എന്ന് പറയുന്ന നമ്പർ കൊണ്ട് ഓരോ ഡിജിറ്റിനെ, ഡെസിമൽ വാല്യൂവിനെ നമ്മൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? അതിനെ ഡിവൈഡ് ചെയ്യേണ്ടി വരും. അതാണ് അവിടെ പറയുന്നത്. അതെങ്ങനെയാ? ഒരു തവണ ഡിവൈഡ് ചെയ്ത് നിൽക്കുകയല്ല, കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വീണ്ടും വീണ്ടും ഡിവൈഡ് ചെയ്ത് നോക്കേണ്ടതായിട്ട് വരും. ഈ കൺവേർഷനിലേക്ക് കടക്കുന്നതിന് മുൻപേ അതിൻ്റെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഓൾറെഡി വീഡിയോയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഒന്നുകൂടി ഈ നമ്പർ കൺവേർഷൻ ചെയ്യുമ്പോൾ അത് മനസ്സിലേക്ക് വരണം. ഞാൻ പറഞ്ഞു, നമുക്ക് പഠിക്കാനുള്ള ഏതാ? ഡെസിമൽ എന്ന് പറയുന്ന നമ്പർ സിസ്റ്റം. നമുക്ക് പഠിക്കാനുള്ള ഏതാ?
ഡെസിമൽ എന്ന് പറയുന്ന നമ്പർ സിസ്റ്റമാണ്. അതിനെ എങ്ങോട്ട് ചേഞ്ച് ചെയ്യണം? നമ്മൾ പഠിച്ചു കഴിഞ്ഞ് ഒക്ടൽ എന്ന് പറയുന്ന നമ്പേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഡെസിമൽ എന്ന് പറയുന്ന നമ്പേഴ്സത്തെ ഒക്ടൽ എന്ന് പറയുന്ന നമ്പേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ അറിയണം. എന്തിനെ കുറിച്ച്? ഡെസിമലിനെ കുറിച്ചും കംപ്ലീറ്റ് ആയിട്ട് അറിയണം, ഒക്ടലിനെ കുറിച്ചും കംപ്ലീറ്റ് ആയിട്ട് അറിയണം. അപ്പോഴാണ് നിങ്ങൾ കൺവേർട്ട് ചെയ്ത് കിട്ടിയ റിസൾട്ട് കറക്റ്റ് ആണോ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഡെസിമലിനെ കുറിച്ച് പ്രത്യേകത എന്തൊക്കെയായിരുന്നു? ഡെസിമലിന്റെ ബേസ് 10 ആണ്. ഒക്ടലിന്റെ ബേസ് എത്രയാണ് വരിക? 8 ആണ് വരിക. അതുകൊണ്ടാണ് ഒക്ടൽ എന്ന് വിളിക്കാൻ കാരണം അല്ലേ. ബേസ് 8 ആണ് വരിക. അതായത് 0 to 9 വരുന്ന ഡിജിറ്റുകൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാം? ഡെസിമൽ ഡിജിറ്റുകൾ ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ 0 to 7 വരുന്ന ഡിജിറ്റുകൾ മാത്രമേ ഒക്ടൽ നമ്പറിനകത്ത് കൺസിസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡെസിമലിനെ ബൈനറിയിലെ ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഡെസിമലിനെ നമ്മൾ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്തതിന് തൊട്ട് മുൻപത്തെ ക്ലാസ്സിൽ പഠിച്ചു. ഡെസിമലിനെ ഇനി പഠിക്കാൻ പോകുന്ന ഏതാ? ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്ത് പഠിക്കും. അത് കഴിഞ്ഞാൽ നമുക്കൊരു കൺവേർഷൻ കൂടി ബാക്കിയുണ്ടായിരിക്കും, ഡെസിമൽ ടു ഹെക്സാ ഡെസിമൽ. ഈ 3 കൺവേർഷന്റെയും പ്രത്യേകത എന്താ വെച്ചാൽ, ഡെസിമലിനെ മറ്റൊന്നിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഫ്രാക്ഷൻ വരാത്തപ്പോൾ, ഫ്രാക്ഷൻ വരുന്ന പറഞ്ഞിട്ടില്ല, നോർമൽ ഡെസിമൽ നമ്പറിനെ എന്ത് ചെയ്യുക? ഒക്ടലിലേക്കോ ബൈനറിയിലേക്കോ ഹെക്സാ ഡെസിമലിലേക്കോ കൊണ്ടുപോകുന്നെങ്കിൽ, ട്രാൻസ്ഫർ ചെയ്യുന്ന കൺവേർട്ട് ചെയ്യുന്നെങ്കിൽ, അങ്ങനെ കൺവേർട്ട് ചെയ്യുന്നെങ്കിൽ അവിടെ എന്ത് ചെയ്യേണ്ടി വരും? സ്വന്തമായിട്ടും ഡെസിമലിനെ ബൈനറിയിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ ഡിവിഷൻ ബൈ 2 കൊടുത്തിട്ട് അതിന്റെ റിമൈൻഡർ എടുത്ത് എഴുതുകയാണ് ചെയ്യാം. അതേസമയം തന്നെ ഡെസിമലിനെ ഒക്ടലിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ ഡിവിഷൻ ബൈ 8 ആണ് കൊടുക്കുക. അതുപോലെ തന്നെ ഡെസിമൽ ഡിജിറ്റിനെ ഹെക്സാ ഡെസിമലിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ ഡെസിമൽ എത്ര കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടി വരിക? 16 കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരിക? അതിനെ ഡിവൈഡ് ചെയ്യേണ്ടതായിട്ട് വരിക എന്നുകൂടി മനസ്സിലാക്കുക. അപ്പോൾ ഒക്ടൽ ടു ഡെസിമൽ ടു ബൈനറി ഡിവൈഡഡ് ബൈ 2, ഡെസിമൽ ടു ഒക്ടൽ ഡിവൈഡഡ് ബൈ 8, ഡെസിമൽ ടു 16. അതിൽ ഇപ്പോൾ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിച്ച ഭാഗം ഏതായിരുന്നു? ഇപ്പോൾ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിച്ച ഭാഗം ഏതായിരുന്നു? ഡെസിമൽ ടു ഒക്ടൽ എന്ന് പറയുന്ന ഭാഗമായിരുന്നു. ഇപ്പോൾ പഠിക്കാൻ ഉദ്ദേശിച്ചത് ഏതാ? ഡെസിമൽ ടു ഒക്ടൽ എന്ന് പറയുന്ന ഭാഗമാണ് പഠിക്കാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അങ്ങനെ പഠിക്കുമ്പോൾ ഇവിടെ സ്ക്രീനിൽ വന്നിരിക്കുന്ന എക്സാമ്പിൾ ഒന്ന് നോക്കുക. ഡെസിമൽ ടു ഒക്ടൽ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ഒക്ടൽ ഈക്വാലന്റ് ഓഫ് ഡെസിമൽ നമ്പർ ഓഫ് 1 to 5 അല്ലേ, 125. ഡെസിമൽ നമ്പറിനെ നമ്മൾ സെപ്പറേറ്റ് ഡിജിറ്റുകളെ വിളിക്കാൻ പാടില്ല. ഡെസിമൽ നമ്പറിനെ കൗണ്ടിങ് നമ്പേഴ്സിന്റെ രീതിയിൽ തന്നെ വിളിക്കണം. അപ്പോൾ എത്രയാ? 125 ആണ് അത് വരിക. 1 to 5 സെപ്പറേറ്റ് പറയരുത് കേട്ടോ. അപ്പോൾ ഇവിടെ എനിക്ക് കൺവേർട്ട് ചെയ്യേണ്ട സംഖ്യ എത്രയായിരുന്നു? ദ നമ്പർ 125 ആണ് എനിക്ക് കൺവേർട്ട് ചെയ്യേണ്ട നമ്പർ. ആ കൺവേർട്ട് ഏതിലേക്കാണോ കൺവേർട്ട് ചെയ്യേണ്ടത്? നമുക്ക് ഒക്ടലിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. നമുക്ക് ഏതിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്? ഒക്ടലിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പൊ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 8 കൊണ്ട് 125നെ, അതായത് 125നെ ഡിവൈഡ് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എത്ര പ്രാവശ്യം കറക്റ്റ് ആയിട്ട് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 15 ടൈംസ് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ബാക്കി എത്ര, റിമൈൻഡർ എത്ര വരും? 5 ആണ് കിട്ടുക. അതായത് കറക്റ്റ് ആയിട്ട് പോവില്ല. അപ്പോൾ എന്തായിരിക്കും? 120 വന്ന് നിൽക്കും. അപ്പോൾ എത്ര കിട്ടി? ഒരു ബാലൻസ് ഡിജിറ്റ് 5 കിട്ടി. അപ്പോൾ ആ റിമൈൻഡർ എത്ര എഴുതു? ഇവിടെ 5 എന്ന് എഴുതി വെച്ചു. അപ്പോൾ നമ്മൾ ഇത് തൊട്ട് മുൻപത്തെ ക്ലാസ്സിൽ ബൈനറിക്ക് വേണ്ടി നമ്മൾ പഠിച്ചതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത് കേട്ടോ. റിമൈൻഡർ കാണാൻ നിങ്ങൾക്കറിയാം. റിമൈൻഡർ കണ്ടിട്ട് എന്ത് ചെയ്യുക? ഇത് ഇവ തമ്മിൽ ഇൻറ്റു ചെയ്തിട്ട് അല്ലേ, മൾട്ടിപ്പിൾ ചെയ്തിട്ട് അതിന് എത്രയാണോ റിമൈൻഡർ വരിക എന്ന് കണക്കാക്കാനും നിങ്ങൾക്കറിയാം. അപ്പോൾ ഒരു ഭാഗം കിട്ടി. അതിനുശേഷം അടുത്ത് പിന്നെ നമുക്ക് കിട്ടിയ ഡിജിറ്റ് എത്രയായിരുന്നു? 15 ആയിരുന്നു. ആ കിട്ടിയ ഡിജിറ്റിനെ വീണ്ടും 8 കൊണ്ട് തന്നെ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. വീണ്ടും എന്ത് ചെയ്യണം? 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര പ്രാവശ്യം പോകും? 1 into 8, 8, 2 into 8, 16. ഒരു ഡിജിറ്റിന്റെ വ്യത്യാസത്തിൽ നമുക്ക് ഒരു പ്രാവശ്യം മാത്രമേ പോകുന്നുള്ളൂ. അപ്പോൾ എത്ര കിട്ടി? 8 1 ടൈം കൊടുത്തു. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? 1 വന്നു.
അപ്പോൾ 1 into 8 8 ആണ്. 8 15 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 7 കിട്ടി. അപ്പോൾ 7 റിമൈൻഡർ ആയിട്ട് എഴുതി. ഇനി 1 വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇവിടെ നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ലാസ്റ്റ് കിട്ടിയത് റിമൈൻഡർ അവിടെ നിൽക്കുകയാണ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു. ഇങ്ങനെ കിട്ടിയ റിസൾട്ടിനെ നമ്മൾ താഴ്ത്തുനിന്ന് മുകളിലേക്ക് എഴുതുകയാണ് ചെയ്യുക. ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെ താഴ്ത്തുനിന്ന് വേണം, അതായത് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് എപ്പോഴും താഴ്ത്തു വേണം. താഴ്ത്തുനിന്നാണ് തുടങ്ങുക. ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് എപ്പോഴും എവിടെ ആയിരിക്കണം? ടോപ്പിൽ വരുന്ന രീതിയിലാണ് എഴുതേണ്ടത്. അപ്പോൾ ഇതാണ് ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു. ഇത് തന്നെ ഇപ്പോൾ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. തൊട്ട് മുൻപത്തെ ക്ലാസ്സിലെ വീഡിയോസിൽ നമ്മളിത് ചെയ്ത് പഠിച്ചെങ്കിൽ, തൊട്ട് മുൻപത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്ത് പഠിച്ചെങ്കിൽ കൂടി ഇതൊന്നുകൂടി ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും കൺഫ്യൂഷൻ ആവും. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സ്ലൈഡിൻ്റെ അകമ്പടി ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ഈ സ്ലൈഡിൻ്റെ ഒരു ഹെൽപ്പ് ഇല്ലാതെ തന്നെ നമുക്കൊന്ന് ചെയ്തു നോക്കണം. സ്വന്തമായിട്ട് ആ കാര്യങ്ങളൊന്ന് ചെയ്തു നോക്കണം. അപ്പോൾ ഇതിവിടെ വയ്ക്കാൻ നോക്കാം. ഒന്ന് നിങ്ങൾക്ക് ചെയ്തു നോക്കാം കേട്ടോ. അപ്പോൾ മനസ്സിലാവും. ഇപ്പോൾ പറഞ്ഞ സെയിം കാര്യം നമുക്കൊന്ന് സ്വന്തമായിട്ടൊന്ന് എഴുതി നോക്കാം. ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ട ഡെസിമൽ നമ്പർ ഏതാ നോക്കുക. ഇവിടെ ഡിവൈഡ് ചെയ്യേണ്ട ഡെസിമൽ നമ്പർ എത്രയാ? 125 ആണ്. 125 എന്ന് പറയുന്ന ഡെസിമൽ ഡിജിറ്റ് ആണ്. അതിന്റെ റിമൈൻഡർ കാണാം. എത്ര കൊണ്ടാണ് റിമൈൻഡർ കാണേണ്ടി വരിക? 8 കൊണ്ടാണ് റിമൈൻഡർ കാണേണ്ടത്. അപ്പോൾ അവിടെ എന്ത് കൊടുത്തു? 8 കൊടുത്തു. ഇനി 125, അതായത് 125 എത്ര തവണ 8 കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ട് നോക്കുക. എത്ര തവണ 8 കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ട് നോക്കുക. അപ്പോൾ എത്ര തവണ പോകും? 15 ടൈംസ് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാൻ പറ്റും. നിങ്ങൾക്ക് മനസ്സിൽ കിട്ടിയാലും മതി. 15 into 8 എത്ര കിട്ടിയ നമുക്ക്? 120 ആണ് കിട്ടുക കേട്ടോ. 15 into 8 കിട്ടുമ്പോൾ എത്ര കിട്ടി? 120 ആണ് കിട്ടുക. അപ്പോൾ ഇതിന്ന് റിമൈൻഡർ കാണുമ്പോൾ എത്രയാണ് ആ ബാലൻസ് വന്നത്? 5 ആയിരിക്കും ബാലൻസ് വന്നത്. ഇപ്പോൾ എത്രയാണ് ബാലൻസ് വന്നത്? റെഡ് കളറിൽ എഴുതാം. ഇവിടെ ബാലൻസ് വന്നത് 5 ആണ്. ഇവിടെ എന്ത് വന്നത്? ബാലൻസ് വന്നൊരു ഡിജിറ്റ്. അപ്പോൾ അതവിടെ വയ്ക്കട്ടെ, നിൽക്കട്ടെ. അത് കഴിഞ്ഞ് തൊട്ട് താഴെ വീണ്ടും അതിനെ ഡിവിഷൻ ചെയ്തു. എത്ര കൊണ്ട്? 8 കൊണ്ട്. നമുക്ക് കിട്ടിയ റിസൾട്ടിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്? 8 കൊണ്ട് റിമൈൻഡർ കാണണം. അങ്ങനെ കാണുമ്പോൾ എത്ര പ്രാവശ്യം പോവും? ഒരു തവണ മാത്രമേ കറക്റ്റായിട്ട് ആര് പോകുന്നുള്ളൂ? 8 കൊണ്ട് നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ റിമൈൻഡർ എത്ര കിട്ടും? 8 into 1 into 8 8 ആണ്. 8 നിന്ന് 15 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 7 ആണ് കിട്ടുക. 7 കിട്ടി. പിന്നെ നമുക്ക് ഇനി ഈ 1നേക്കാൾ വലുതാണ് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ തന്നിരിക്കുന്ന സംഖ്യ 8. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? അപ്പോൾ ഇതിനെ നമുക്ക് ഇനി ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇതെന്താണ്? ലാസ്റ്റ് റിമൈൻഡർ ആയിട്ട് നമ്മൾ എടുക്കുകയാണ് ചെയ്യാം. എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെ എഴുതണം? താഴ്ത്തുനിന്ന് മുകളിലേക്കാണ് എഴുതേണ്ടത്. താഴ്ത്തുനിന്ന് മുകളിലേക്കാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ എഴുതി വെക്കാം. ഇനിയാ 175 എന്ന് പറയുന്ന ഒക്ടലായിട്ട് മാറി. 175 എന്ന് പറയുന്ന ഒക്ടലായിട്ട് മാറുകയാണ് ചെയ്യാം. ഇതാണ് നമ്മളിവിടെ പഠിച്ചത്. ഇവിടെ പഠിച്ച സെയിം കാര്യമാണത്. 175 ആയിട്ട് മാറി. അപ്പോൾ ഇതിൽ റിമൈൻഡർ എഴുതുന്ന പൊസിഷനിൽ സ്ഥാനത്ത് ചെറിയ വ്യത്യാസങ്ങൾ വരുന്നതുകൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടാവരുത് എന്ന് കരുതി മാത്രമാണ് ഇപ്പോൾ വീണ്ടും വേറെ രീതി നമ്മൾ സ്വന്തമായിട്ട് എഴുതുന്ന രീതി എങ്ങനെ ആ രീതിയിലേക്ക് അല്ലെ ഒരു പ്രിന്റഡ് സോഫ്റ്റ് കോപ്പിയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കാണിച്ചു തരാൻ കാരണം. അപ്പോൾ ഇങ്ങനെ സ്വന്തമായിട്ട് എക്സാമ്പിളുകൾ എടുത്തിട്ട് ഒന്ന് ചെയ്തു നോക്കണം. ഇതേപോലെ റിസൾട്ട് വരുന്നുണ്ടോ എന്ന് പഠിച്ചാൽ മാത്രമേ നമുക്കിത് എങ്ങനെയാണ് ചെയ്യാമെന്ന് മനസ്സിൽ പതിയുള്ളൂ. ഡെസിമൽ ടു ഓക്ടൽ ആയാലും ഡെസിമൽ ടു ബൈനറി ആയാലും ഡെസിമൽ ടു ഹെക്സാഡെസിമൽ ആയാലും അതിൻ്റെ ബേസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന രീതിയാണ് എല്ലാത്തിലും ഉപയോഗിക്കുക എന്ന് മനസ്സിലാക്കി വയ്ക്കുക. കാരണം കുറച്ചാണ് പഠിച്ച് ഓരോ കൺവേർഷൻ കുറച്ച് പഠിച്ച് അവിടെ എത്തുമ്പോൾ ലാസ്റ്റ് എത്തുമ്പോൾ ഓരോ കൺവേർഷനും എങ്ങനെയായിരുന്നു പരസ്പരം മാറിപ്പോകും നമുക്ക്. അപ്പോൾ ഒരു കോമൺ ട്രിക്കുകൾ മനസ്സിലാക്കി പഠിക്കാൻ എങ്ങനെയാണ് എളുപ്പം അതേ രീതിയിൽ എളുപ്പ വഴികൾ പഠിച്ചു വെക്കണം, ഓർത്ത് വെക്കാൻ വേണ്ടി. ഓർത്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് നിങ്ങൾ ചെയ്ത് വരും. ഓക്കെ.
അപ്പോൾ അതങ്ങനെ കിട്ടി നമുക്കവിടെ നോക്കാം. മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് 1 ആണ്, ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് 5 ആണ്. അപ്പോൾ ഇവിടെ എഴുതിയ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവിടെ എത്ര എഴുതിയേ 125, അതായത് 125 എന്ന് പറയുന്ന ഡെസിമൽ ഡിജിറ്റിനെ എങ്ങോട്ട് മാറ്റി 175 എന്ന് പറയുന്ന ഓക്ടൽ ഡിജിറ്റിലേക്ക് മാറ്റി. അതിന് അർത്ഥം എന്താണ്? 125 എന്ന് പറയുന്ന ഡെസിമലിന് ഈക്വൽ ആണ് 175 എന്ന് പറയുന്ന ഓക്ടൽ സംഖ്യ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ 175 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ശരിയാണ്, കാരണം വേറെ മിസ്റ്റേക്ക് ഒന്നുമില്ല. ഇവിടെ 1 എന്ന് പറഞ്ഞാൽ 8നേക്കാൾ ചെറുതാണ് അല്ലേ, ലെസ് ദാൻ 8. 7 എന്ന് പറയുമ്പോഴും ലെസ് ദാൻ 8. 5 എന്ന് പറയുമ്പോഴും ലെസ് ദാൻ 8 ആണ്. 8ൽ കൂടുതലോ 8ഓ ഇവിടെ ഡിജിറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത ആൻസർ മിസ്റ്റേക്ക് ഉണ്ട്, എറർ ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. കാരണം ഓക്ടലിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്ടലിൻ്റെ ബേസ് എത്രയാണ്? 0 to 7. 8 ആണ് ബേസ്. അപ്പോൾ 0 to 7 ഡിജിറ്റുകൾ മാത്രമേ അതിനകത്ത് ഉപയോഗിക്കാൻ പാടൂ എന്നൊന്ന് മനസ്സിലാക്കി വയ്ക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് പഠിച്ച ഏതായിരിക്കും ഡെസിമൽ ടു ഓക്ടൽ കൺവേർഷൻ. ഇതിൽ തന്നെ രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ കൂടി ചെയ്തു നോക്കാം. ഓക്കെ, രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ കൂടി ചെയ്തു നോക്കാം. 400 എന്ന് പറയുന്ന ഒരു സംഖ്യ നമുക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ നേരത്തെ കണ്ട പോലെ തന്നെ 400 തന്നു. ആ 400നെ നമുക്ക് എന്ത് ചെയ്യണം? ഈ 400നെ റിമൈൻഡർ കാണും, അല്ല റിമൈൻഡർ ആണല്ലേ 400നെ കൺവേർട്ട് ചെയ്യണം. എങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം? ഓക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യണം. എങ്ങനെ കൺവേർട്ട് ചെയ്യും? 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 400ൽ കറക്റ്റായിട്ട് 50 ടൈംസ് പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ എത്ര കിട്ടി? 0 റിമൈൻഡർ കിട്ടി. അത് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം? അടുത്തത് 50 ആണ്. ഈ 50നെ വീണ്ടും 8 കൊണ്ട് റിമൈൻഡർ കാണണം. അങ്ങനെ വരുമ്പോൾ 50ൽ എത്ര പ്രാവശ്യം പോകുള്ളൂ? 1 × 8, 2 × 8, 3 × 8, 4 × 8, 6 × 8, 48. അപ്പോൾ 6 ടൈംസ് കറക്റ്റായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? 48 ആണ് വരിക. 48 വരുമ്പോൾ ബാലൻസ് എത്ര കിട്ടി? റിമൈൻഡർ 2 വന്നു അവിടെ. പിന്നെ എന്തില്ല അവിടെ? 6 8നേക്കാൾ ചെറുതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? താഴത്തേക്ക് റിമൈൻഡ് കൊടുക്കാൻ പാടില്ല. വീണ്ടും അതിനെ എന്ത് ചെയ്യാൻ പാടില്ല? ഡിവൈഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 620 എന്ന് പറയുന്ന ഓക്ടൽ സംഖ്യ കിട്ടുകയാണ് ചെയ്തത്. അതിനെ ഇവിടെ കിട്ടിയ 620 എന്ന് പറയുന്ന ഓക്ടൽ ഡിജിറ്റ് നമുക്ക് ലഭിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതേ സാധനം ഒന്ന് എഴുതി നോക്കാം. ഇതേ കാര്യം ഒന്നുകൂടി ഒന്ന് എഴുതി വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കും. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കണ്ട് പഠിക്കുന്നതിനേക്കാൾ ഒന്നുകൂടി എഴുതിയൊരു ഓർമ്മ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് വരില്ല. അതുകൊണ്ടാണ് പറഞ്ഞ തന്നെ വീണ്ടും പറയാൻ ഇടവരുന്നത്. നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ട സംഖ്യ 400 എന്ന് പറയുന്ന നമ്പറാണ്. 400 അതിനെ നമ്മൾ എന്ത് ചെയ്തു? റിമൈൻഡർ കാണണം. എത്ര കൊണ്ട്? നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത് ഓക്ടൽ എന്ന് പറയുന്ന ഒരു നമ്പർ സിസ്റ്റത്തിലേക്കാണ്. അപ്പോൾ ഓക്ടലിന്റെ ബേസ് എത്ര വരുന്നുണ്ടായിരിക്കുക? ഓക്ടലിന്റെ ബേസ് 8 ആണ് വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ 8 കൊണ്ട് റിമൈൻഡർ കാണുമ്പോൾ എത്ര വർഷം പോകും? 50 ടൈംസ് പാസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങോട്ട് കിട്ടി 400നെ 8 കൊണ്ട് റിമൈൻഡർ ചെയ്തു. 8 കൊണ്ട് റിമൈൻഡർ കാണുമ്പോൾ എത്ര പ്രാവശ്യം കറക്റ്റായിട്ട് പോകും? 400ൽ കറക്റ്റായിട്ട് 8 പോകും. എത്ര പ്രാവശ്യം? 50 ടൈംസ്. അപ്പോൾ റിമൈൻഡർ എത്ര കിട്ടി? 0 എന്ന് കിട്ടി. ഇനി വീണ്ടും എന്ത് ചെയ്യുക? ഈ 50 നമ്മൾ 8 കൊണ്ട് റിമൈൻഡർ കാണണം. അപ്പോൾ എത്ര പ്രാവശ്യം കറക്റ്റായിട്ട് പോകുന്നുണ്ടായിരിക്കും? 6 ടൈംസ് കറക്റ്റായിട്ട് പോകും. അപ്പോൾ എത്ര? 48 ആണ് വരിക. അപ്പോൾ 2 റിമൈൻഡർ കിട്ടി. ഇനി എന്ത് ചെയ്യാൻ പാടില്ല? ഇത് 8നേക്കാൾ ലെസ് ദാൻ 8 ആണ്. 6. അപ്പോൾ ഇനി അതിന് റിമൈൻഡർ കാണാൻ പാടില്ല. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 620. കാരണം ഇവിടെ നിന്ന് മുകളിലേക്കാണ് എപ്പോഴും എഴുതുക എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് എന്താ? ഇപ്പോൾ നമ്മൾ പഠിച്ചതാണ് ഒരു ഡെസിമൽ നമ്പറിനെ എങ്ങോട്ട് മാറ്റാൻ? ഒരു ഓക്ടൽ നമ്പർ സിസ്റ്റത്തിലേക്ക് മാറ്റാനാണ് പഠിച്ചത്. ഡെസിമൽ ടു ഓക്ടൽ കൺവേർഷൻ ആണ് പഠിച്ചത്. അപ്പോൾ ഡെസിമൽ ടു
ഓക്ടൽ നമ്പർ സിസ്റ്റം കൺവേർഷനാണ് നമ്മൾ പഠിച്ചത് ഇവിടെ. അപ്പോൾ 2 എക്സാമ്പിളും കൂടി നമ്മൾ പഠിച്ചു കഴിഞ്ഞു, എങ്ങനെ ചെയ്യണമെന്ന് പഠിച്ചു കഴിഞ്ഞു. എന്നാലും എവിടെയെങ്കിലും ഒരു കൺഫ്യൂഷൻ വരികയാണെങ്കിൽ തീരാൻ വേണ്ടി ഒരു 2 എക്സാമ്പിൾ കൂടി നമ്മൾ ബോർഡിൽ പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെ 1200 എന്ന് പറയുന്ന ഒരു ഡെസിമൽ നമ്പർ, ആ നമ്പറിനെ 8 കൊണ്ട് റിമൈൻഡർ കാണുന്നു. അപ്പോൾ നമുക്കറിയാം അത് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ്, ഒക്ടൽ നമ്പേഴ്സിലേക്ക് ഡെസിമലിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എത്ര പ്രാവശ്യം കറക്റ്റ് ആയിട്ട് പോയി, 150 ടൈംസ് കറക്റ്റ് ആയിട്ട് പോയി, റിമൈൻഡർ 3 കിട്ടി, 0 എന്ന് കിട്ടി. ഇനി ആ ബാലൻസ് കിട്ടിയ 150യെ വീണ്ടും 8 കൊണ്ട് റിമൈൻഡർ കാണുക നമ്മൾ. അങ്ങനെ റിമൈൻഡർ കാണുമ്പോൾ എത്ര പ്രാവശ്യം കറക്റ്റ് ആയിട്ട് പോകും, 18 ടൈംസ് 8 കറക്റ്റ് ആയിട്ട് പോകും. അപ്പോൾ നമുക്ക് റിമൈൻഡർ എത്ര പ്രാവശ്യം കിട്ടും, 144 ആണ് കിട്ടുന്നുണ്ടായിരിക്കുക. അപ്പോൾ റിമൈൻഡർ എത്ര കിട്ടി, 6 വന്നു അവിടെ. അതേസമയം വീണ്ടും 18 ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര പ്രാവശ്യം കിട്ടും, 16 വരെ നമുക്ക് പോകും അല്ലെ, അതായത് 2 ടൈംസ്. അപ്പോൾ 2 ഇവിടെ റിമൈൻഡർ കൊടുത്തു, റിമൈൻഡർ 2 വന്നു. എന്നിട്ട് ഈ കിട്ടിയ ഡിജിറ്റിനെ താഴത്തുനിന്ന് മുകളിലേക്ക് എഴുതുക. അപ്പോൾ എത്ര കിട്ടി, 2260. ഇതാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടെത്തിയ ഓക്ടൽ നമ്പർ സിസ്റ്റം. ഇനി ഇത് നോക്കി നോക്കുക, ഇതൊരു ഡെസിമലാണ്. അതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ 329 എന്ന് പറയുന്ന ഡിജിറ്റിനെ വീണ്ടും 8 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ 328 വരെ പോവും, അതായത് റിമൈൻഡർ വന്നു 41 ടൈംസ്. വീണ്ടും 41നെ 8 കൊണ്ട് റിമൈൻഡർ കണ്ടു. 48 കൊണ്ട് റിമൈൻഡർ കാണുമ്പോൾ 5 ടൈംസ്, അതായത് 40. അപ്പോൾ റിമൈൻഡർ 31. അപ്പോൾ വീണ്ടും നമുക്ക് എന്ത് കിട്ടി, 511 എന്ന് പറയുന്ന ഓക്ടൽ സംഖ്യ ആയിട്ട് നമുക്കതിനെ കിട്ടുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മളിവിടെ ഈ 2 എക്സാമ്പിൾ ചെയ്ത് നോക്കുക. സ്വന്തമായിട്ട് കുറച്ച് എക്സാമ്പിൾ കൂടി ചെയ്ത് നോക്കി മനസ്സിൽ ഉറപ്പിക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ നമ്മൾ പഠിച്ചത് എന്താണ്, ഡെസിമൽ ടു ഓക്ടൽ നമ്പർ സിസ്റ്റം. പഠിച്ചെന്താ, ഡെസിമൽ ടു ഓക്ടൽ നമ്പർ സിസ്റ്റമാണ് ഇപ്പോൾ പഠിച്ചത്. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, ഇനി നമുക്ക് പഠിക്കാനുള്ളത് നെക്സ്റ്റ് ടോപ്പിക് കൺവേർഷൻ തന്നെയാണ്. ഏതായിരിക്കും, ഡെസിമൽ ടു ഹെക്സാ ഡെസിമൽ കൺവേർഷൻ. എന്തായിരിക്കും പഠിക്കാനുള്ളത്, ഡെസിമൽ ടു ഹെക്സാ ഡെസിമൽ കൺവേർഷൻ. അതായത് ബേസ് 10 ഞാൻ ഇവിടെ എഴുതാം, കുഴപ്പമില്ല. ബേസ് 10 ആയിട്ട് വരുന്ന ഹെക്സാ ഡെസിമലിനെ എങ്ങോട്ട് മാറ്റണം, ബേസ് 16 ആയിട്ട് വരുന്ന ഹെക്സാ ഡെസിമലിലേക്ക് ചേഞ്ച് ചെയ്യാണ് വേണ്ടത്. ബേസ് 16 ആയിട്ട് വരുന്ന ഹെക്സാ ഡെസിമൽ നമ്മൾ പഠിച്ചതാണ്. 1 to 9 വരെ നോർമൽ നമ്പേഴ്സ് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്തു. 10ന് പകരം എ എന്ന് പറയുന്ന ഡിജിറ്റ് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്തു. അതുപോലെ തന്നെ 10ന് പകരം എ എന്ന് ഉപയോഗിച്ചു, 11ന് പകരം ബി ഉപയോഗിച്ചു അല്ലേ. ശ്രദ്ധിക്കുക, 10ന് പകരം എ എന്ന് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്തു, 11ന് പകരം ബി ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്തു, 12ന് പകരം സി ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്തു, 13ന് പകരം ഡി ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്തു, 14ന് പകരം ഇ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്തു, 15ന് പകരം എഫ് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്തു. എ ബി സി ഡി ഇ എഫ് എന്ന് പറയുന്ന ഉപയോഗിച്ചത് എന്തിനു വേണ്ടി, ഹെക്സാ ഡെസിമൽ ഫോർമാറ്റിലേക്ക് എത്താൻ വേണ്ടി. അപ്പോൾ ഇവിടെ പറഞ്ഞു ത്രൂ എ മുതൽ എഫ് വരെ നമ്മൾ എന്ത് ചെയ്തു, റെപ്രസെന്റ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ മുൻപേ പഠിച്ചതാണത് കേട്ടോ. അപ്പോൾ 0 മുതൽ 1 വരെ വരാൻ, 0 മുതൽ 9 വരെ വരാൻ ഇതിൻ്റെ ആവശ്യമില്ല, നോർമൽ നമ്പേഴ്സ് മതി. പക്ഷേ 10 എന്ന് എവിടെ റെപ്രസെന്റ് ചെയ്യാൻ പാടില്ല, ഹെക്സാ ഡെസിമൽ റെപ്രസെന്റ് ചെയ്യാൻ പാടില്ല. പകരം എന്തേ പറയാവൂ, എ. 11 എന്ന് പറയാൻ പാടില്ല, പിന്നെ അവിടെ എന്താ പറയാൻ പാടൂ, ബി. അപ്പോൾ അതേപോലെ അത് മനസ്സിലാക്കി പഠിച്ചോളാം. അവിടെ ഉള്ള ഈ പ്രത്യേകത 10ന് ശേഷം എന്താണ് വരുന്നത്, 10 മുതൽ എന്താണ് സംഭവിക്കുക എന്നാണ് പഠിക്കേണ്ട. അവിടെ അതാണ് പ്രധാനം, അവിടെയാണ് നിങ്ങൾക്ക് തെറ്റുപറ്റുക. ഓക്കെ, അപ്പോൾ നമുക്ക് കൺവേർട്ട് ചെയ്ത് പഠിക്കാം. ഡെസിമലിനെ ഹെക്സാ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്ത് പഠിക്കണം. ഇത് ഒന്ന് എഴുതി വെക്കേണ്ടവർക്ക് എഴുതി വെക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. എന്താ, ഡെസിമലിനെ ഹെക്സാ, എല്ലാത്തിനെയും ഡെസിമലിൽ നിന്ന് ഈ 3 രീതിയിലേക്ക് മാറ്റുമ്പോഴും റിപ്പീറ്റഡ് ഡിവിഷൻ തന്നെയാണ് വരുന്നത്. അതൊന്ന് പറഞ്ഞുള്ളൂ. ഇവിടെ ഹെക്സാ ഡെസിമലിനെ ഡെസിമലിനെ ഹെക്സാ ഡെസിമലിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്താ ഉപയോഗിക്കുന്നത്, ദ മെത്തഡ് ഓഫ് കൺവേർട്ടിംഗ് ഡെസിമൽ നമ്പർ ടു ഹെക്സാ ഡെസിമൽ നമ്പേഴ്സ് ഈസ് ഓൾസോ ബൈ റിപ്പീറ്റഡ് ഡിവിഷൻ.
അവിടെ ഉപയോഗിക്കുന്നത് എന്ത് തന്നെയാണ്? റിപ്പീറ്റഡ് ഡിവിഷൻ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കാൻ മനസ്സിലാക്കുക. അത് എത്ര കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്? ബൈ 16 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. നേരത്തെ ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ പഠിച്ചത് എന്താണ്? 8 കൊണ്ടാണ് ഡിവൈഡ് ചെയ്തത്. ഇവിടെ എത്ര കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? 16 കൊണ്ടാണ്. കാരണം ഹെക്സാ ഡെസിമലിലെ ബേസ് എത്രയാണ്? 16 അഥവാ 16 ആണ് എന്ന് മനസ്സിലാക്കുക. കാരണം 0 to 15 വരെ വരുന്ന ഡിജിറ്റുകളാണ് ഉപയോഗിക്കുക. 10നെ റീപ്ലേസ് ചെയ്തുകൊണ്ട് അവിടെ എ വരും, 11 റീപ്ലേസ് ചെയ്തുകൊണ്ട് ബി വരും, അങ്ങനെ 15 റീപ്ലേസ് ചെയ്തുകൊണ്ട് എഫ് വരെ വരുന്ന റെപ്രസെൻറ്റേഷൻ ടെക്നിക്കുകൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ശ്രദ്ധിക്കാം. അതിലൊരു എക്സാമ്പിൾ നമുക്ക് എടുത്തു നോക്കാം. നമുക്ക് മാറ്റേണ്ടത് ഡെസിമൽ നമ്പറായ 155 എന്ന് പറയുന്ന ഒരു ഡെസിമൽ നമ്പറിനെയാണ്. നമുക്ക് മാറ്റേണ്ടത് 155 എന്ന് പറയുന്ന ഒരു ഡെസിമൽ നമ്പറിനെ കൺവേർട്ട് ചെയ്യണം. അങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോൾ എത്ര കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? കൺവേർട്ട് ചെയ്യുന്നത് എങ്ങോട്ടാ? ഹെക്സാ ഡെസിമലിലേക്കാണ് നമുക്ക് കൺവേർട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ 155 എന്ന് പറയുന്ന ഡിജിറ്റിനെ നമ്മൾ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം? 16 കൊണ്ടാണ് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. എത്ര കൊണ്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത്? 16 എന്ന് പറയുന്ന ബേസ് കൊണ്ട് റിമൈൻഡർ കാണണം. അപ്പോൾ എത്ര പ്രാവശ്യം പോകും? 155 9 ടൈംസ് പോകുന്നുണ്ട്. 9 ടൈംസ് പോകുമ്പോൾ റിമൈൻഡർ എത്ര കിട്ടി? 11 കിട്ടി. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? 9 16 കൊണ്ട് റിമൈൻഡർ കാണാൻ പറ്റില്ല. അപ്പം 9 മാത്രം എന്ത് ചെയ്തു? അവിടെ വെച്ചു. അപ്പോൾ 11 ഒരു സംഖ്യ കിട്ടി, അതുപോലെ തന്നെ 9 എന്നും ഒരു റിമൈൻഡർ കിട്ടി. അപ്പോൾ 9 അതുപോലെ ഒപ്പം 11 എന്നാണ് ശരിക്കും വരിക. പക്ഷെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, അല്ലെങ്കിൽ എക്സാ ഡെസിമലിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറയണ്ടായിരുന്നു എന്താണ്? 11 എന്ന് ഉപയോഗിക്കാൻ പാടില്ല, അതിനെ റീപ്ലേസ് ചെയ്യണം. നമ്മൾ പഠിച്ച ലെറ്റർ കൊണ്ട്, നമ്മൾ പഠിച്ച ക്യാരക്ടർ കൊണ്ട് അതിനെന്ത് ചെയ്യണം? റീപ്ലേസ് ചെയ്യണം. അപ്പോൾ അത്ര എന്ത് വരും? 11 പകരം നമ്മൾ പഠിച്ചത് എന്തായിരിക്കും? 10A ആണ്, 11B ആണ്, B ആണ്. അപ്പോൾ 3D 9B ഓഫ് 16 അഥവാ ഹെക്സാ ഡെസിമൽ 9B എന്നാണ് കിട്ടിയത്. അപ്പോൾ 155 എന്ന് പറയുന്ന ഡെസിമൽ നമ്പറിന് ഈക്വൽ ആയിട്ടുള്ള ഹെക്സാ ഡെസിമൽ വാല്യൂ എത്രയായിരിക്കും? 9B എന്ന് പറയുന്ന ഹെക്സാ ഡെസിമൽ വാല്യൂ ആണ് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കുക എന്ന് മനസ്സിലാക്കുക. ഇനി തന്നെ ഒന്നുകൂടി നേരത്തെ പറഞ്ഞ പോലെ മനസ്സിലിരിക്കാൻ വേണ്ടി വേഗം ഒന്ന് നമുക്ക് സ്വന്തമായിട്ടൊന്ന് എഴുതി നോക്കാം, ബോർഡിൽ എഴുതി നോക്കാം. ഓക്കെ, നമുക്ക് ലഭിക്കേണ്ട റിമൈൻഡർ കൺവേർട്ട് ചെയ്യേണ്ട സംഖ്യ 155 എന്ന് പറയുന്ന നമ്പറാണ്. ആ നമ്പറിനെ എങ്ങോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത്? 16 എന്ന് ബേസ് വരുന്ന എക്സാ ഡെസിമലിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ എന്ത് കൊടുത്തു? 16 കൊണ്ട് ഡിവൈഡ് കാണാൻ പോവാ. അപ്പോൾ എത്ര പ്രാവശ്യം പോകുന്നുണ്ട്? 9 ടൈംസ് ആണ് പോകുന്നുള്ളൂ. അപ്പോൾ വീണ്ടും 16 × 9 കണ്ടപ്പോൾ എത്ര കിട്ടി? നമുക്ക് അവിടെ 144 കിട്ടി. അപ്പോൾ റിമൈൻഡർ എത്ര കിട്ടിയിട്ടുണ്ടായിരിക്കും? ഇവിടെ 11 കിട്ടിയിട്ടുണ്ടായിരിക്കും. വീണ്ടും 9 നമുക്ക് റിമൈൻഡർ കാണാൻ പറ്റില്ല, അപ്പോൾ അതവിടെ നിൽക്കും. അപ്പോൾ എത്ര കിട്ടി? 9. 11 എഴുതാൻ പാടില്ല, പകരം എന്ത് എഴുതി? അതിൻ്റെ റെപ്രസെൻ്റ് ചെയ്യുന്ന ക്യാരക്ടർ എഴുതി 9B എന്ന്. അപ്പോൾ ഇങ്ങനെയാണ് അത് കിട്ടിയതെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇവിടെ വീണ്ടും ഡിവൈഡ് ചെയ്യാത്ത എന്തുകൊണ്ടാണ്? അങ്ങനെ അന്വേഷണം വരും. എന്തുകൊണ്ടായിരിക്കും? 16 എന്ന് പറയുന്ന റിമൈൻഡർ കാണേണ്ട സംഖ്യ അല്ലേ, അതെന്തായിരിക്കും? നമുക്ക് കിട്ടിയ ഡിജിറ്റും അതിനേക്കാൾ വലുതാണ് വരിക എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു എക്സാമ്പിൾ കൂടി നോക്കണം. ഹെക്സാ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന രണ്ടാമത്തെ ഒരു എക്സാമ്പിളാണ്. ഹെക്സാ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന രണ്ടാമത്തെ എക്സാമ്പിളാണ് നമുക്ക് നോക്കാനുള്ളത്. നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ട ഡെസിമൽ വാല്യൂ 380 എന്ന് പറയുന്ന ഒരു ഡിജിറ്റാണ് നമുക്ക് തന്നിരിക്കുന്നത്. ആ ഡിജിറ്റിന് എന്ത് ചെയ്തു? 16 കൊണ്ട് റിമൈൻഡർ കണ്ടു. അപ്പോൾ എത്ര പ്രാവശ്യം കറക്റ്റ്? 23 ടൈംസ് ആണ് 60 അതിൽ കറക്റ്റായി ഡിവൈഡ് ചെയ്ത് പോകുന്നത്. അപ്പോൾ റിമൈൻഡർ എത്ര കിട്ടി? 12 എന്ന് കിട്ടി. 23 16 1 ടൈം ഒരൊറ്റ പ്രാവശ്യം മാത്രമേ പോയിട്ടുള്ളൂ. അപ്പോൾ റിമൈൻഡർ എത്ര കിട്ടി? 7 കിട്ടി. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ 1 വീണ്ടും ഡിവൈഡ് ചെയ്ത് പോവില്ല. അപ്പോൾ നമുക്ക് ആ ഡിജിറ്റ് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? 1 7 12 എന്ന് എഴുതാൻ പാടില്ല, പകരം എന്ത് എഴുതാം? 12 എന്ന് പറയുന്ന റെപ്രസെൻ്റ് ഡിജിറ്റ് C ആണ്. അപ്പോൾ എങ്ങനെ എഴുതിയിട്ടുണ്ടായിരിക്കും? 17C എന്നാണ് കിട്ടുന്നുണ്ടായിരിക്കുക. 17C എന്ന് വേണം കിട്ടാൻ. അപ്പോൾ റിമൈൻഡർ കാണുന്നതൊക്കെ ബൈനറിയിലായാലും ഒക്ടലിലായാലും
സെയിം ആണ്, ഹെക്സാഡെസിമലിനും സെയിം ആണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെ 10ന് മുകളിൽ വരുന്ന സംഖ്യയോ വന്നാൽ, എത്ര വന്നാലും 15 വരെ വരും മാക്സിമം പോയാൽ. കാരണം നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന എത്ര കൊണ്ടാണ്? 16 കൊണ്ടാണ്. അപ്പോൾ 15 വരെ മാക്സിമം പോയാൽ വരുള്ളൂ. അപ്പോൾ 15 വരെ വന്ന 10ന് മുകളിലോ വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് കൊടുക്കണം? അതിനെ അതിൻ്റെ ഈക്വൽ ആയിട്ടുള്ള ക്യാരക്ടർ കൊണ്ട് റീപ്ലേസ് ചെയ്യണം എന്നുള്ള കാര്യമാണ് അവിടെ മറക്കാതിരിക്കേണ്ടത്. ഓക്കെ, ഇതന്നെ വേഗത്തിലൊന്ന് ബോർഡിൽ എഴുതി വെക്കാം. ശ്രദ്ധിക്കുക, നമുക്ക് റിമൈൻഡർ കാണേണ്ട സംഖ്യ എത്രയാ? 380 ആണ്. അപ്പോൾ അതിനെ എത്ര കൊണ്ടാണ് റിമൈൻഡർ കാണേണ്ടത്? 16 കൊണ്ട് റിമൈൻഡർ കണ്ടു. അപ്പോൾ 380 അല്ലെ, 80ൽ എത്ര പ്രാവശ്യം ഉണ്ട് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാം 23 ടൈംസ് ആണ് അതിൽ വരുന്നത്. അപ്പോൾ 23 × 16 ചെയ്തിട്ട് അതിൽ നിന്ന് 380 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര ബാലൻസ് കിട്ടി? 12 എന്ന് പറയുന്ന റിമൈൻഡർ കിട്ടി. ഇനി 23ൽ എത്ര 16 ഉണ്ട് നോക്കുമ്പോൾ എത്ര പ്രാവശ്യം പോകും? ഒരൊറ്റ പ്രാവശ്യമേ 16 പോകുന്നുള്ളൂ. 2 വന്നാൽ 32 ആയി. അപ്പോൾ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 1 വന്നപ്പോൾ 16 പോയി കഴിഞ്ഞാൽ റിമൈൻഡർ 3 കിട്ടി, 7 റിമൈൻഡർ കിട്ടി. പിന്നെ 1നെ ഞാൻ പറഞ്ഞു 1 എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 60 ആണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് റിമൈൻഡർ 16 കൊണ്ട് കാണാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 1 7 12 എന്ന് പറയുന്നതിന് പകരം എന്തെഴുതാം? ABC എന്ന് എഴുതാം. 17C എന്ന് നമ്മൾ എഴുതുകയാണ് ചെയ്തത്. അപ്പോൾ ശരിക്കും എങ്ങനെ എഴുതേണ്ടത്? 17C ഓഫ് 16. കാരണം ബേസ് എപ്പോഴും ബ്രാക്കറ്റിന് താഴെ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഇതാണ് ഹെക്സാഡെസിമലിലേക്ക് ഡെസിമലിനെ കൺവേർട്ട് ചെയ്യുന്ന അടുത്തൊരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഡെസിമലിനെ ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന 2 എക്സാമ്പിൾ കൂടി നോക്കാം. എങ്കിലും നമുക്കത് ആ രീതിയിൽ നമുക്ക് മനസ്സിലേക്ക് കയറുള്ളൂ. നമുക്ക് സ്വന്തമായിട്ട് എഴുതുമ്പോൾ കൺഫ്യൂഷൻ ഇല്ലാതെ ഈസി ആയിട്ട് എഴുതാൻ പറ്റുള്ളൂ. വീണ്ടും വീണ്ടും ചെയ്ത് നോക്കിയാൽ അത് മനസ്സിൽ പതിയുക കൂടി ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഒന്നിലധികം കൺവേർഷൻസ് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ അടുത്ത കൺവേർഷൻ ഏതായിരുന്നു എന്ന് കൺഫ്യൂഷൻ വരും. അത് പരസ്പരം മാറിപ്പോകും. അപ്പോൾ പഠിക്കുമ്പോൾ തന്നെ അത് മനസ്സിലാക്കി വ്യക്തമാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ അത് ഓർത്തെടുക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഞാൻ 2 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. വേഗം 600 എന്ന് പറയുന്ന ഒരു ഡെസിമലിനെ ഇതിലേക്ക് മാറ്റണം, ഹെക്സാഡെസിമലിലേക്ക് മാറ്റണം. അതുപോലെ തന്നെ 800 എന്ന് പറയുന്ന ഒരു ഡെസിമലിനെ ഹെക്സാഡെസിമലിലേക്ക് മാറ്റണം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഓൾറെഡി എഴുതി വെച്ചു. അതെങ്ങനെയാണ് മനസ്സിലാവുക? 600 എന്ന് കൊടുത്തിട്ട് ബ്രാക്കറ്റിനകത്ത് 10 എന്ന് കൊടുത്തു. ഇതിനർത്ഥം എന്തായിരിക്കും? 600 എന്ന് പറയുന്ന ഡെസിമൽ വാല്യൂ ഏറെ കൊടുത്തിട്ട് എന്ത് കൊടുക്കുകയാണ്? അവിടെ ഡാഷ് കൊടുത്തു. 16 എന്ന് കൊടുത്താൽ അർത്ഥം എന്താ? 16 കാലി അല്ലെ, ബ്ലാങ്ക് ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ 600നെ ഏതിലേക്ക് മാറ്റണം? ഹെക്സാഡെസിമലിലേക്കാണ് മാറ്റേണ്ടത് എന്നാണ് അർത്ഥം. ഓക്കെ, ഇനി നോക്കുക. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ കിട്ടി 600 കിട്ടി. 600നെ 16 കൊണ്ട് റിമൈൻഡർ കാണാം, അതായത് ഡിവൈഡ് ചെയ്യാണ്. ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടി? 37 ടൈംസ് അതിൽ പോകുന്നുണ്ട്. അപ്പോൾ 37 × 16 ഒന്ന് ചെയ്ത് നോക്കുക. കാൽക്കുലേറ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 37 × 16 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 592 കിട്ടി. അപ്പോൾ എത്ര കിട്ടി? റിമൈൻഡർ എത്രയായിരിക്കും? 8 ആണ് അവിടെ റിമൈൻഡർ വരിക. ഇനി 37 16 കൊണ്ട് റിമൈൻഡർ കാണുമ്പോൾ നമുക്കറിയാം, അത് ചെയ്ത് നോക്കണ തന്നെ മനസ്സിലുണ്ടായിരിക്കും, 32 അഥവാ 2 ടൈംസേ പോകുന്നുള്ളൂ. അപ്പോൾ റിമൈൻഡർ എത്ര കിട്ടി? 5 കിട്ടി. പിന്നെ 2 എന്തായിരിക്കും? 16നേക്കാൾ ചെറുതാണ്, 2 ലെസ് ദാൻ 16. ദെൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ റിമൈൻഡർ കാണാതെ തന്നെ അത് എടുത്ത് എഴുതാം. അവിടെ റിമൈൻഡർ എത്രയാണ് വരിക? 2 തന്നെയാണ് വരിക. അപ്പോൾ എത്ര കിട്ടി? 258 എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഹെക്സാഡെസിമൽ വാല്യൂ. 258 എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഹെക്സാഡെസിമൽ വാല്യൂ. ഏതിനെ കൺവേർട്ട് ചെയ്ത് നമുക്ക് കിട്ടിയാണ്? 600 എന്ന് പറയുന്ന ഒരു ഡെസിമൽ വാല്യൂവിനെ കൺവേർട്ട് ചെയ്തപ്പോൾ നമുക്ക് ലഭിച്ച ഏതാ ഹെക്സാഡെസിമൽ വാല്യൂ ആണ് 258 എന്ന് പറയുന്ന ഹെക്സാഡെസിമൽ വാല്യൂ എന്ന് മനസ്സിലാക്കുക. ഇത് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി എഴുതിയാണ്, ഇതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഇനി ഇവിടെ നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. നമുക്ക് നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കുമ്പോൾ
ഇവിടെ 800 എന്ന് പറയുന്ന ഒരു ഡെസിമൽ നമ്പർ തന്നിട്ടുണ്ട്. എത്രയാണെന്നുള്ള 800 എന്ന് പറയുന്ന ഒരു ഡെസിമൽ നമ്പർ നമുക്ക് തന്നിട്ടുണ്ട്. ആ 800 എന്ന് പറയുന്ന ഡെസിമൽ നമ്പർ നമ്മൾ 16 ബേസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് മനസ്സിലായി ഹെക്സാഡെസിമലിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര ടൈംസ് കറക്റ്റ് ആയി പോകുന്നുണ്ട്? 50 ടൈംസ് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ റിമൈൻഡർ റേറ്റ് 0. പിന്നെ വീണ്ടും 50യെ 16 കൊണ്ട് റിമൈൻഡർ ചെയ്യുമ്പോൾ എത്ര പ്രാവശ്യം പോകും? 3 ടൈംസ് ആണ് പോകുന്നത്. കറക്റ്റ് നോക്കാം. 16 × 3 എത്രയാണ് നമുക്ക് കിട്ടുക? 48 ആണ് കിട്ടുന്നുണ്ടായി. എത്ര കിട്ടുക? 48 ആണ് കിട്ടുന്നുണ്ടായിരിക്കുക. അപ്പോൾ 2 റിമൈൻഡർ ആയിട്ട് വന്നു. ഇനി 3 എന്തായിരിക്കും? 60യേക്കാൾ ചെറുതാണ് 3 അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? വീണ്ടും റിമൈൻഡർ കാണില്ല. 3 തന്നെയാണ് അവിടെ റിമൈൻഡർ ആയിട്ട് എടുക്കുക. അപ്പോൾ അങ്ങനെ എഴുതാം 320. ഇതാണ് ഇവിടെ കിട്ടിയ ഹെക്സാഡെസിമൽ വാല്യൂ. അപ്പോൾ ഇങ്ങനെ ഏതൊരു സംഖ്യ തന്നാൽ അതിനെ ഹെക്സാഡെസിമലിലേക്ക് മാറ്റാൻ പറഞ്ഞാലും നിങ്ങൾക്ക് മാറ്റാൻ പറ്റണം. അതുപോലെ തന്നെ ഏതൊരു ഡെസിമൽ സംഖ്യ തന്ന് അതിനെ ഒക്ടലിലേക്ക് മാറ്റാൻ പറഞ്ഞാലും നിങ്ങൾക്ക് അതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിലൂടെ ഇന്ന് പഠിച്ചു തുടങ്ങിയത്. ഏതൊക്കെയായിരിക്കും? ഡെസിമൽ ടു ഒക്ടൽ നമ്പേഴ്സിലേക്ക് കൺവേർഷൻ പഠിച്ചു. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് നമ്മൾ പഠിച്ചത് ഡെസിമൽ ടു ഹെക്സാ ഡെസിമൽ നമ്പേഴ്സിലേക്ക് കൺവേർഷൻ പഠിച്ചു തുടങ്ങി. ഇനി നമുക്ക് തുടർന്നുള്ള ക്ലാസ്സുകൾ ഇവിടെ ഫ്രാക്ഷൻ വരുമ്പോൾ എങ്ങനെയൊക്കെയാണ് കൺവേർട്ട് ചെയ്യാന്ന് പഠിക്കണം. അതുപോലെ തന്നെ ബൈനറിയെ തിരിച്ച് ഈ ഓരോ നമ്പേഴ്സിനെയും തിരിച്ച് ഇതിലേക്ക് കൊണ്ടുവരാൻ പഠിക്കണം. ഡെസിമലിലേക്ക് കൊണ്ടുവരാൻ പഠിക്കണം. ഈ ഓരോ നമ്പേഴ്സിനെയും ഡെസിമലിലേക്ക് കൊണ്ടുവരാൻ എളുപ്പമാണ്. കാരണം നമ്പർ സിസ്റ്റം എന്താണ് എന്ന് പഠിച്ചപ്പോൾ അവിടെ പൊസിഷണൽ വാല്യൂ കാണാൻ വേണ്ടി നമ്മളൊരു സ്റ്റെപ്പുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അതേ സ്റ്റെപ്പുകൾ ഉപയോഗിച്ചാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഓരോ നമ്പർ സിസ്റ്റത്തെയും എളുപ്പത്തിൽ നമുക്ക് എങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും? നമ്മൾ പഠിച്ചിരിക്കുന്ന ഡെസിമൽ എന്ന് പറയുന്ന നമ്പർ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ അതൊരു വേറെ ടൈം ആയിട്ട് തന്നെ പഠിക്കാനുള്ളത്. അത് വീണ്ടും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഒന്നുകൂടി വീണ്ടും കൺവേർഷൻസ് ഒന്നുകൂടി എടുക്കാം. ഏതായിരിക്കും? നമ്മൾ പഠിച്ച ബാക്കി 3 നമ്പേഴ്സത്തെയും ഡെസിമൽ നമ്പേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഭാഗമാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഇതുവരെ പഠിച്ചത് നമ്മൾ എന്തായിരുന്നു? ഡെസിമലിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്ത് പഠിച്ചു, ഡെസിമലിനെ ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്ത് പഠിച്ചു, ഡെസിമലിനെ ഹെക്സാ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്ത് പഠിച്ചു. അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുൻപത്തെ വീഡിയോകൾ കണ്ട് നമ്പർ സിസ്റ്റം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഈ വീഡിയോ കണ്ടെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഓക്കെ.